നൈറ്റ് ആയപ്പോ നമ്മളെ കോളേജ് പഠിച്ച ഫ്രണ്ട്സ് അകത്തേക്ക് ഇറങ്ങി. ഇതാക്കണോ ഒരു പണിയും തൊരയില്ല, വെറുതെ ഇരിക്കണം. ഇന്നെ പോലെ തന്നെ നമ്പർ 1 ഇതാക്കണേ, അടുത്ത ഇതാക്കണേ. നമ്മ മുംബൈയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ആളാണ്. ഇനിയിപ്പോ ഓന്റെ കുറച്ച് ഷോ കാണണം. മുംബൈയിലാണ് പഠിക്കണത്. അതിന്റെ കാട്ടിക്കൂട്ടിലാണ് ഇതൊക്കെ. നമുക്ക് ഷൂ പൊളിച്ചാൻ കയറിയിരിക്കാണ്. എന്താ ഇപ്പൊ അവസ്ഥ, മുമ്പിലും ഷൂ ഇല്ലാത്ത മാതിരി. പിന്നെ എനിക്ക് അറിയാലോ, ഒരു കടയിൽ കയറിയാലേ കുന്തിരിപ്പ് കുറച്ച് കൂടുമല്ലോ. ഇനിയിപ്പോ ഓന്റെ കുറച്ച് ഷോ കാണാം. ഇന്റെ അമ്മ വാട്ട സാധനമാണ്. കണ്ടില്ലേ, ഇതൊക്കെ തന്നെ അവസ്ഥ. തലക്ക് സ്ഥിരതറ സാധനമല്ല. എന്താ കാട്ടണോ, 10-25 വയസ്സായി എന്നിട്ട് പോത്താളെ മാതിരിയാണ്. എന്റെ മേ നീ കണ്ടോ പട്ടി ഷോ. അതിന് മാത്രം എന്തെങ്കിലും ഉണ്ടോ? അതില്ലേനും. അതാണ് അവസ്ഥ. ഇനി ഷൂ നോക്കുന്ന കുറച്ച് കഥ കേൾക്കാം. 4-5 കടി കയറിയിട്ട് നമുക്ക് ഷൂ പറ്റിയിട്ടില്ല. എന്നിട്ട് എടുത്ത് പോകാൻ സാധനം ഒരു വാട്ട സാധനം. നമുക്ക് അങ്ങനെ തന്നെ. എന്താ ഇപ്പൊ കാട്ടണു? പടച്ചോനിപ്പോ ഇന്റെ പോലെ എല്ലാവർക്കും ബുദ്ധി കൊടുക്കണമെന്നില്ലല്ലോ. ഓരോരോ അവസ്ഥ ആളെ. ഇന്റെ അമ്മ ഇനി വേറെ ആളെ കാണിച്ചാലേ അതാ കണ്ടോളി. കണ്ടില്ലേ, ശാഖപ്പാട്ട് എന്തോ പറ്റിയ മാതിരിയാ. സെയിൻ മാലിക്കിന്റെ മാതിരി മുരുട്ടിയാത്തരെ. ഇതിന്റെ തോട്ടത്തിൽ വെക്കണ കോളത്തിന്റെ മാതിരിയുണ്ട്. അങ്ങനെ നമ്മൾ ചാടിക്കാൻ പോയി നമ്മളെല്ലാരും പാടെ. കാരണം കുറെ കാലത്തിന് ശേഷം നമ്മളെല്ലാരും കാണുന്നത്. ഭയങ്കര രസമല്ല. ചായ കുടിച്ചാണ്ട് കുറെ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന്. ഇനി കണ്ടോളൂ, ഇനി അവിടുത്തെ കുറെ കാര്യങ്ങൾ കണ്ടിരിക്കാം. ചാടിക്കുമ്പോ പിന്നെ നമ്മൾ സ്ഥിരം പരിപാടിയാ. ഹെവി ബിസിനസ് പ്ലാൻ ആണ്. യൂസുഫലൊക്കെ ഇന്നലെ തോറ്റോ എന്നൊക്കെ പറയണേ. അതേമാതിരിയാണ് അവസ്ഥ. കോടികളെ കച്ചവടങ്ങളാ, ചെറിയ പരിപാടിയല്ല. ബിസിനസ് പ്ലാൻസ് ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ മെസ്സേജ് അയച്ചെടുത്താൽ മതി. ഇഷ്ടം പോലെ പ്ലാൻസ് ആണ്, പക്ഷെ അവിടേക്ക് എത്തില്ലെന്നുള്ളൂ. ഞങ്ങൾ ഇപ്പൊ 2 കൊല്ലത്തിനിടക്ക് തന്നെ പരിപാടി. വല്ല ബിസിനസ് പ്ലാൻ ചെയ്യാന്നുണ്ട്. ചായക്കടയിൽ ഇരിക്കുക, വേറെ ഒന്നുമില്ല. അതിന്റെ ഇടയ്ക്ക് ഒരാൾ ലെയിം പറഞ്ഞാണ്. പഠിച്ചോനെ ലെയിം ജഗ്ഗല കൊടുക്കാൻ നിൽക്കണം. അവന്റെ കിളി പറയാതെ പാടെ.